കൈലാഷ് പോയതിന് ശേഷം മുക്ത എന്നെ വേണ്ടാന്ന് പറയുമോ നോക്കാം. എന്നിട്ട് അവളെ ഞാൻ എൻ്റെ കാൽ കിഴി കൊണ്ടുവന്നിടും. പ്രിയനിൽ നിന്നും പറവിൽ നിന്നും നമുക്ക് കളി തുടങ്ങാം. നാളെ തന്നെ അവരെ തീർക്കണം. നീ നമ്മുടെ പിള്ളേരോട് പറ. നിനക്ക് ഇത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ ഞാൻ പിള്ളേരെ അറേഞ്ച് ചെയ്യാം. എപ്പോ എവിടെ വെച്ച് അത് മാത്രം പറഞ്ഞാൽ മതി. നാളെ പ്രിയനെയും പാർവതിയെയും ഫോളോ ചെയ്യണം. സമയമാകുമ്പോൾ ഞാൻ പറയാം. ദേവി, ഇത്രയും കാലം എന്ത് നടക്കരുതെന്നാണോ ഞാൻ പ്രാർത്ഥിച്ചത്, അത് നടന്നു. കൈലാഷ് സാറിന് എന്നോടുള്ള വിശ്വാസം തകരാതെ പാറുവും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എല്ലാവരെക്കാളും കൂടുതൽ അദ്ദേഹം വിശ്വസിച്ചത് എന്നെയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ആ പാപത്തിന് ഞാൻ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ അവസ്ഥയിൽ നിന്ന് കൈലാഷ് സാർ പുറത്തു വന്ന് ഞങ്ങളെ സന്തോഷത്തോടെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരണം. അതിന് നീ കനിയണം. കൈലാഷ് സാറിനോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാണോന്ന വിഷമത്തില പ്രിയൻചേട്ടൻ. പരസ്പരം സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? കൈലാഷ് സാറിനത് മനസ്സിലാക്കാൻ സാധിക്കണം. പ്രിയൻചേട്ടനോട് അദ്ദേഹത്തിന് തോന്നുന്ന ദേഷ്യം മാറണം. കൈലാഷ് സാറിനെ കുറിച്ച് ചിന്തിച്ച് പ്രിയൻചേട്ടൻ ഒരുങ്ങുക. എനിക്ക് പ്രിയൻചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം ബാക്കിയുള്ളവർക്ക് വേണ്ടി എപ്പോഴും ചിന്തിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സാ. പക്ഷെ ഇപ്പൊ ആ ഗുണം കാരണം എനിക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടുമോ എന്നെനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്ക് എന്റെ പഴയ പ്രിയൻചേട്ടനെ തിരിച്ചു കിട്ടണം. അതിനെനിക്ക് നിന്റെ അനുഗ്രഹം വേണം. തിരുമേനി, ഒന്ന് നിൽക്കോ, ഒരു മിനിറ്റ്. എന്താ മോനെ? വളരെ നല്ലൊരു സുഹൃത്തിനോട് ചെയ്തു പോയ ദ്രോഹത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇന്നലെ അമ്മ ഇത്രയും പറഞ്ഞിട്ടും പ്രിയൻചേട്ടൻ എന്താ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി എനിക്കുള്ള എന്റെ കുറ്റബോധം മാറുമോ? ഇത് ഞാൻ എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നത്. നീ ഒന്നും പറയണ്ട. എന്തെങ്കിലും പരിഹാരമുണ്ടോ തിരുമേനി? കൂട്ടുകാരനോട് കാണിച്ചത് വിശ്വാസവഞ്ചനയാണെങ്കിൽ അതിന് ഈ അമ്പലത്തിലെന്നല്ല ഒരമ്പലത്തിലും ഒരു പരിഹാരവും ഇല്ല. മനസമാധാനം കിട്ടാനാണ് തന്റെ ശ്രമമെങ്കിൽ അതിന് ഒരു വഴിയേ ഉള്ളൂ. അതെന്താ തിരുമേനി? ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുക. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിക്കുക. അതുമാത്രമേ തനിക്ക് മനസ്സമാധാനം തരൂ. എല്ലാ വിശ്വാസത്തിലും പറയുന്നത് ഇത് തന്നെയാ. ഞാൻ എത്ര മാപ്പ് ചോദിച്ചിട്ടും അദ്ദേഹം എന്നോട് ക്ഷമിക്കുന്നില്ല തിരുമേനി. ആഴത്തിലേറ്റ മുറിവുകൾ ഉണങ്ങാൻ കുറെ സമയമെടുക്കും. എന്നോട് ക്ഷമിക്കാൻ അദ്ദേഹത്തിന് തോന്നണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമ്പലത്തില് ശയനപ്രദക്ഷിണം നടത്തിക്കോളൂ. താൻ അങ്ങനെ ചെയ്താല് ബാക്കി ദൈവങ്ങൾ നോക്കിക്കോളൂ. ഇത്രയൊക്കെ ചെയ്യണോ പ്രിയൻചേട്ടാ? എന്തായാലും ചെയ്യണം. ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തോണം തിരുമേനി. ആയിക്കോട്ടെ. Sa